ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ദേവാലയമാണ്. പ്രധാനമായിട്ടും പരിശുദ്ധ അമ്മ മരിച്ച സ്ഥലം, ആ സ്ഥലത്തിന് മുകളിലുള്ള ഇപ്പോഴത്തെ ദേവാലയം. ഈ ദേവാലയം ദാവീദ് രാജാവിൻ്റെ ഖബറിടത്തോട് ചേർന്നും, അതുപോലെ റൂം ഓഫ് ദ ലാസ്റ്റ് സപ്പർ, അതായത് പെസഹ ഈശോ ആഘോഷിച്ച ആ മാളിക മുറിയോട് ചേർന്ന് അതിന് അടുത്താണ് ഈ ദേവാലയം. ഈ ദേവാലയത്തിൻ്റെ പേര് ഡൊമീഷ്യൻ അബി എന്നാണ്. ഇതിൻ്റെ ബേസ്മെൻറ്റിൽ, അല്ലെങ്കിൽ ഈ ദേവാലയത്തിൻ്റെ അടിയിലാണ് പരിശുദ്ധ അമ്മ താമസിച്ച സ്ഥലം. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മ താമസിച്ച ആ സ്ഥലം, അതിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഇവിടെ നമുക്ക് വളരെ ഭംഗിയുള്ള ഒരു ചിത്രം കാണാൻ പറ്റുന്നുണ്ട്. അത് പരിശുദ്ധ അമ്മയും 12 ശിഷ്യന്മാരും കൂടെ ഉള്ളതാണ്. അവിടെ നിന്ന് നമ്മൾ മുമ്പ് കണ്ട ആ ദേവാലയത്തിൻ്റെ ബേസ്മെൻറ്റിലേക്കാണ് പോകുന്നത്. ആ ബേസ്മെൻറ്റാണ് ഈ കാണുന്നത്. അവിടെ അതിൻ്റെ വലതുവശത്തായിട്ട് പരിശുദ്ധ അമ്മ മരിച്ച് കിടക്കുന്ന ഒരു സ്റ്റാച്യു നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് പരിശുദ്ധ അമ്മയുടെ ഈ ഭൂമിയിലെ അവസാന നാളുകൾ പരിശുദ്ധ അമ്മ ചിലവഴിച്ചത്. അത് വളരെ പരിശുദ്ധമായ ഒരു സ്ഥലമാണ്. കാരണം പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൻ്റെ നിറകുടമായിരുന്നു. പരിശുദ്ധ അമ്മ ശ്ലീഹന്മാരോട് ചേർന്ന്, ശ്ലീഹന്മാരെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച്, പെന്തക്കോസ്തായിൽ പരിശുദ്ധാത്മ അഭിഷേകം മറ്റുള്ള എല്ലാവർക്കും ലഭിക്കുവാൻ പരിശുദ്ധ അമ്മ മധ്യസ്ഥയായി എന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ തീർച്ചയായും ഈ സ്ഥലം പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് പ്രാർത്ഥിക്കുവാനും മറ്റു പ്രാർത്ഥന ചോദിച്ചവർക്കും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവർക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം അവസരമൊരുക്കി. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഡൊമീഷ്യൻ അബിയുടെ ഗ്രൗണ്ട് ഫ്ലോർ, പുതിയ ചർച്ചിൻ്റെ ഉൾവശമാണ്. വളരെ മനോഹരമായ ഒരു ദേവാലയമാണ്. അവിടെ പരിശുദ്ധ അമ്മയുടെയും ഉണ്ണീശോയുടെയും ചിത്രങ്ങൾ അൾത്താരയുടെ പുറകിലായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.